നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തഹാവൂർ റാണയെ NIA ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. മുംബൈക്ക് പുറമെ മറ്റ് ഇന്ത്യൻ നഗരങ്ങളെയും റാണ ലക്ഷ്യമിട്ടെന്ന് NIA. റാണയെ കൊച്ചിയിൽ തെളിവെടുപ്പിനായി കൊണ്ടുവന്നേക്കും. ആണവ നിരായുധീകരണത്തിൽ ഇറാൻ അമേരിക്ക ചർച്ച മസ്കറ്റിൽ. ഇറാൻ വിദേശകാര്യമന്ത്രിയും അമേരിക്കൻ മിഡിൽ ഈസ്റ്റ് മന്ത്രിയും പങ്കെടുക്കുന്നു. ഉപരോധം പിൻവലിക്കുന്നതിൽ സമ്മർദ്ദം ശക്തമാക്കുമെന്ന് ഇറാൻ. ഗവർണർ അയക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി. 3 മാസത്തിനകം തീരുമാനമെടുക്കണം. സുപ്രീം കോടതി അധികാരപരിധി ലംഘിച്ചെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. ഗവർണറെ വിമർശിച്ച ഇടതു നേതാക്കൾ. സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ഗവർണർ തടഞ്ഞുവെച്ച ബില്ലുകൾ പാസാക്കി തമിഴ്നാട് സർക്കാർ. മാസപ്പടി കേസിൽ വീണ വിജയനെ സംരക്ഷിക്കുന്നതിൽ CPM CPI ഭിന്നത തുടരുന്നു. ബിനോയ് വിശ്വത്തെ വിമർശിച്ച് മന്ത്രി വി ശിവൻകുട്ടി. വീണയുടെ കേസിൽ ബിനോയ് വിശ്വം ഉത്കണ്ഠപ്പെടേണ്ടതില്ലെന്ന് മന്ത്രി. വീണയുടെ കാര്യം വീണ നോക്കുമെന്ന് ആവർത്തിച്ച് ബിനോയ് വിശ്വം. വിഷുവിനെ വരവേൽക്കാനൊരുങ്ങി ഗൾഫ് രാജ്യങ്ങൾ. കച്ചവട കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. കേരളത്തിൽ നിന്നെത്തിച്ച പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും ഡിമാൻഡ് ഉയരുന്നു. വിശദമായ വാർത്തകൾ നോക്കാം. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരനായ തഹാവൂർ റാണ കേരളത്തിലെത്തിയത് ഭീകരരെ റിക്രൂട്ട് ചെയ്യാനെന്ന് മൊഴി നൽകിയതായി സൂചന. 2008 നടന്ന ബംഗളൂരു സ്ഫോടന പരമ്പര കേസിലും റാണയ്ക്ക് പങ്കുണ്ട്. എന്നാൽ NIAയുടെ ചോദ്യം ചെയ്യലിൽ തൃപ്തികരമായ മറുപടികൾ റാണ നൽകുന്നില്ലെന്നാണ് വിവരം. മുംബൈ ആക്രമണത്തിന് സമാനമായി കൊച്ചി, ബംഗളൂരു ഉൾപ്പെടെ മറ്റു നഗരങ്ങളെയും തഹാവൂർ റാണ ലക്ഷ്യമിട്ടിരുന്നതായി ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നു. മുംബൈ ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് റാണ കൊച്ചിയിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇന്റലിജൻസ് ബ്യൂറോയുടെയും NIAയുടെയും കേരള ഘടകമാകും ഇത് സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷിക്കുക. മുംബൈ ഭീകരാക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് 2008 നവംബർ 16 റാണ കൊച്ചിയിലെത്തിയത്. കൊച്ചിയിലെ ഒരു ആഡംബര ഹോട്ടലിൽ താമസിച്ച റാണ തന്ത്രപ്രധാന പലയിടങ്ങളും സന്ദർശിച്ചതായാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക കണ്ടെത്തൽ. എന്നാൽ ആരൊക്കെയുമായാണ് റാണ കൂടിക്കാഴ്ച നടത്തിയതെന്നോ എന്തിനാണ് കൊച്ചിയിൽ എത്തിയതെന്നോ സംബന്ധിച്ച വിവരങ്ങൾ NIAയ്ക്കോ കേരള പോലീസിനോ കണ്ടെത്താനായിട്ടില്ല. ഡൽഹിക്ക് പുറത്തേക്ക് തെളിവെടുപ്പിനായി റാണയെ കൊണ്ടുപോയേക്കും. കൊച്ചിയിലും തെളിവെടുപ്പിന് എത്തിക്കുമെന്നാണ് സൂചന. FBI റെക്കോർഡ് ചെയ്ത ഫോൺ കോളുകളും NIAയ്ക്ക് കൈമാറിയിട്ടുണ്ട്. 2008 നവംബർ 26 മുംബൈ ഭീകരാക്രമണ ഗൂഢാലോചനയിൽ ലക്ഷറി ബന്ധമുള്ള റാണയ്ക്ക് പങ്കുണ്ടെന്ന ഇന്ത്യൻ വാദം അംഗീകരിച്ച് റാണയെ കൈമാറാൻ 2023 മെയ് 18 അമേരിക്ക തീരുമാനിച്ചിരുന്നു. ഇതിനെതിരെ റാണ നടത്തിയത് 1.5 പതിറ്റാണ്ട് കാലത്തെ നിയമയുദ്ധമാണ്. ഫെഡറൽ കോടതികളെല്ലാം തള്ളിയ റിട്ട് ഒടുവിൽ അമേരിക്കൻ സുപ്രീം കോടതിയും തള്ളി. പിന്നീട് 2025 ജനുവരി 25 റാണയെ ഇന്ത്യക്ക് കൈമാറാൻ അമേരിക്കൻ സുപ്രീം കോടതിയും അനുമതി നൽകി. അതേസമയം അമേരിക്കയ്ക്ക് നന്ദി പറഞ്ഞ് കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറും രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. അസ്വാരസ്യങ്ങൾക്കിടെ അമേരിക്ക ഇറാൻ ചർച്ച മസ്കത്തിൽ. US പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമാണ് ചർച്ച നടത്തുന്നത്. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽബുസദയുടെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടക്കുന്നതെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി എക്സിൽ അറിയിച്ചു. ഇറാന്റെ ആണവ പദ്ധതിയെ കേന്ദ്രീകരിച്ചാണ് ചർച്ച. US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിൽ വാക്പോര് മുറുകുകയും സംഘർഷ സാധ്യത വർദ്ധിക്കുകയും ചെയ്തു. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ചർച്ചകൾ നടത്തണമെന്ന് ട്രംപ് കഴിഞ്ഞ മാസം ഇറാൻ പ്രസിഡന്റിന് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. നേരിട്ടുള്ള ചർച്ചകൾ ഇറാൻ നിരസിച്ചെങ്കിലും ഒമാന്റെ മധ്യസ്ഥതയിൽ പരോക്ഷ ചർച്ചകൾക്ക് സമ്മതിച്ചു. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി കരാറിലെത്തുന്നതിൽ പരാജയപ്പെട്ടാൽ ബോംബാക്രമണവും സാമ്പത്തിക ഉപരോധവും നേരിടേണ്ടി വരുമെന്ന് ഇറാനെ ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിനോട് രൂക്ഷമായ ഭാഷയിലാണ് ഇറാൻ പ്രതികരിച്ചത്. വിഷു കെങ്കേമമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഗൾഫ് പ്രവാസികൾ. ഹൈപ്പർ മാർക്കറ്റുകൾ അടക്കമുള്ള കച്ചവട കേന്ദ്രങ്ങളിലെല്ലാം കേരളത്തിൽ നിന്നും എത്തിച്ച പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മലയാള തനിമയുള്ള വസ്ത്രങ്ങളും വാങ്ങാനുള്ള തിരക്കാണ്. ദുബായിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ശ്രീരാജ് കൈമൾ തയ്യാറാക്കിയ റിപ്പോർട്ട്. ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾ അവസാനിക്കുന്നതിന് മുൻപേ വിഷു കൂടി വന്നെത്തിയതിന്റെ ആവേശത്തിലാണ് ഗൾഫിലെ പ്രവാസികൾ.
ഷോപ്പിംഗ് കേന്ദ്രങ്ങളിലെല്ലാം ഇപ്പോൾ തന്നെ വലിയ തിരക്കാണ്. വിഷു സദ്യ കെങ്കേമമാക്കാനുള്ള സാമഗ്രികളെല്ലാം നേരത്തെ തന്നെ ഹൈപ്പർ മാർക്കറ്റുകളിലും ചെറുതും വലുതുമായ മറ്റു കച്ചവട കേന്ദ്രങ്ങളിലും എത്തിക്കഴിഞ്ഞു. കേരളത്തിൽ നിന്നും എത്തിച്ച പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കുമാണ് വലിയ ഡിമാൻഡ്. പ്രവാസികളും വിഷു ആഘോഷിക്കാനുള്ള അവസാന തയ്യാറെടുപ്പിലാണ്. ഷോപ്പിംഗ് മാളുകളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സാർ, എങ്ങനെയുണ്ട് വിഷു? നമുക്ക് വിഷുവിൻ്റെ സമയത്ത് നാട്ടിൽ പോകാനോ വിഷു ആഘോഷിക്കാനോ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളിവിടെ വിഷു ആഘോഷിക്കും. ഓണം, വിഷു എന്ന് പറഞ്ഞാൽ പ്രവാസിൻ്റെ ഏറ്റവും വലിയ ആഘോഷമാണ്. അപ്പോൾ അതിൽ ഇപ്രാവശ്യത്തെ വിഷു ഗംഭീരാക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. വിഷുവിന്റെ പ്രതീകങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന കണിവെള്ളരിയും കണിക്കൊന്ന പൂക്കളും ഇക്കുറി പ്രവാസികൾക്കും യഥേഷ്ടം ലഭിക്കും. വീട്ടിൽ സദ്യ തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുള്ളവരും വിഷമിക്കേണ്ട. സ്വാദിഷ്ടമായ വിഷു സദ്യ ലുലു സ്റ്റോറുകളും ഹോട്ടലുകളുമൊക്കെ റെഡിയാക്കി താമസ സ്ഥലങ്ങളിൽ എത്തിച്ചു തരും. പായസം മാത്രം മതിയെന്നുള്ളവർക്ക് അതും മുൻകൂട്ടി ഓർഡർ ചെയ്യുകയോ നേരിട്ട് വന്ന് വാങ്ങുകയോ ആവാം. മലയാളി തനിമയുള്ള വസ്ത്രങ്ങളുടെ വമ്പൻ സെലക്ഷനുമുണ്ട് ഷോപ്പിംഗ് കേന്ദ്രങ്ങളിൽ. ഏതൊരു ഉത്സവവും അതിന്റെ പൊലിമ കുറയാതെ ആഘോഷിക്കുന്നത് പ്രവാസികളാണെന്ന് പറയാറുണ്ട്. ആ നിരീക്ഷണം ശരിവെക്കുന്നതാണ് വിഷുവിനെ വരവേൽക്കാനുള്ള പ്രവാസികളുടെ ഒരുക്കങ്ങൾ. ദുബായിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്. കുവൈറ്റിൽ സുരക്ഷിതമല്ലാത്ത നിരവധി കെട്ടിടങ്ങൾ അടച്ചുപൂട്ടി. വിവിധ സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് സുരക്ഷാ വിഭാഗം, അഗ്നിശമന സേന, പ്രതിരോധ വിഭാഗം എന്നീ വകുപ്പുകൾ കെട്ടിടങ്ങളുടെ സുരക്ഷ നിരീക്ഷിക്കുന്നതിനായി പരിശോധനാ ക്യാമ്പയിൻ നടത്തിയിരുന്നു. പല കെട്ടിടങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തുകയും അത്തരം കെട്ടിടങ്ങൾ അടച്ചുപൂട്ടുകയും ചെയ്തു. ഇനിയും ഇത്തരം സുരക്ഷാ ക്യാമ്പയിനുകൾ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഷർക്ക്, ഹവലി എന്നീ പ്രദേശങ്ങളിലായിരുന്നു പരിശോധന നടന്നത്. പുതിയ തലമുറയിലെ യുദ്ധവിമാനം വികസിപ്പിക്കുന്നതിൽ സഹകരണത്തിന്റെ സാധ്യത വിശകലനം ചെയ്യാൻ ഈ മാസം അവസാനത്തോടെ സൗദി അറേബ്യയും ജപ്പാനും ചർച്ചകൾ നടത്തുമെന്ന് ജാപ്പനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജപ്പാൻ, ബ്രിട്ടൻ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ നൂതന യുദ്ധവിമാനം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2035ഓടെ ഇത് സർവീസിൽ പ്രവേശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സൈനിക വ്യവസായങ്ങൾ പ്രാദേശികവൽക്കരിക്കാനും ഏറ്റവും പുതിയ ആഗോള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്താനും ലക്ഷ്യമിടുന്ന വിഷൻ 2030യുടെ ഭാഗമായി പ്രതിരോധ സാങ്കേതിക പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ സൗദി അറേബ്യ ശ്രമിക്കുന്നു. കൊണ്ട് ഈ പദ്ധതിയിൽ രാജ്യത്തിന്റെ പങ്കാളിത്തം ഉണ്ടാകും. സൗദിയുടെ ദേശീയ എയർലൈൻ കമ്പനിയായ സൗദി എയർലൈൻസിന് കൃത്യനിഷ്ഠ പാലിക്കുന്നതിൽ വീണ്ടും 1ാം സ്ഥാനം. അന്താരാഷ്ട്ര വിമാന കമ്പനികളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന സിറിയം പ്ലാറ്റ്ഫോമിന്റെ മാർച്ചിലെ റിപ്പോർട്ടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സൗദി നടത്തിയ 16,000-ലധികം വിമാന സർവീസുകളുടെ ഓൺ ടൈം അറൈവൽ നിരക്കിൽ 94.07%, പുറപ്പെടൽ നിരക്കിൽ 94% കൃത്യത പാലിച്ചാണ് 1ാം റാങ്ക് നിലനിർത്തിയത്. കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടിലും സൗദി എയർലൈൻസ് 1ാമതായിരുന്നു. തുടർച്ചയായി 2ാം തവണയാണ് നേട്ടം കൈവരിക്കുന്നത്. പൊതുഗതാഗത മേഖലയിലെ സൗകര്യങ്ങളുടെയും ഗുണമേന്മയുടെയും വിലയിരുത്തലിൽ ആഗോളതലത്തിൽ 4ാം സ്ഥാനം കരസ്ഥമാക്കി അബുദാബി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മുനിസിപ്പാലിറ്റീസ് ആൻഡ് ട്രാൻസ്പോർട്ട് ആണ് ഈ വിവരം പുറത്തുവിട്ടത്. അബുദാബിയിലെ പൊതുഗതാഗത സൗകര്യങ്ങളിൽ എമിറേറ്റിലെ താമസക്കാരിൽ 88% പേരും സംതൃപ്തി രേഖപ്പെടുത്തി. ഓട്ടോമേറ്റഡ് റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം, നിഷേധാഢ്യമുള്ളവർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സൗകര്യങ്ങൾ എന്നിവയിൽ ബഹുഭൂരിപക്ഷം പേരും തൃപ്തരാണ്. എമിറേറ്റിലെ ജീവിത നിലവാരം ഉയർത്തുന്നതിലും സുസ്ഥിരമായ വികസനം സാധ്യമാക്കുന്നതിലും അബുദാബിയിലെ പൊതുഗതാഗത സംവിധാനം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സുസ്ഥിരത, സുരക്ഷ എന്നിവയ്ക്ക് മുൻഗണന നൽകി നിർമ്മിച്ച അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡ് ശൃംഖലയാണ് അബുദാബിയിലുള്ളത്. കുവൈറ്റിൽ മലയാളി യുവാവിനെ ജോലി ചെയ്യുന്ന വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് നീലേശ്വരം പരപ്പ സ്വദേശി ആദർശ് രാജുവിനെയാണ് സഅദ് അബ്ദുള്ള സിറ്റി പ്രദേശത്തെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ വർഷം ജനുവരിയിലാണ് ഇദ്ദേഹം ഡ്രൈവർ ജോലിക്കായി കുവൈറ്റിലെത്തിയത്. ബിരിക്കുളം കാരാട്ട് കൊമ്പനാടിയിൽ രാജു തങ്കപ്പന്റെയും ബിന്ദുവിന്റെയും മകനാണ്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടക്കുകയാണ്. മറ്റു വാർത്തകൾ നോക്കാം. ഗവർണർ അയക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിച്ച് സുപ്രീം കോടതി. ഇങ്ങനെ അയക്കുന്ന ബില്ലുകളിൽ 3 മാസത്തിനകം തീരുമാനമെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇതാദ്യമായാണ് നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി സമയപരിധി നിശ്ചയിക്കുന്നത്. ഗവർണർമാർ അയക്കുന്ന ബില്ലുകളിൽ രാഷ്ട്രപതി സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് ഭരണഘടനയുടെ 21ാം അനുച്ഛേദത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ സമയപരിധിയെക്കുറിച്ച് പറയുന്നില്ല. കൃത്യമായ സമയപരിധിക്കുള്ളിൽ തീരുമാനം വൈകിയാൽ അതിനുള്ള കാരണം അതത് സംസ്ഥാന സർക്കാരിനെ രേഖാമൂലം അറിയിക്കണമെന്നും കോടതി പറഞ്ഞു.
രാഷ്ട്രപതിയുടെ തീരുമാനം വൈകിയാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാമെന്നും ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ പിടിച്ചുവെക്കുകയും പിന്നീട് രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്ത തമിഴ്നാട് ഗവർണർ RN രവിയുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ള വിധിയിലാണ് സുപ്രീം കോടതി രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചത്. വിധിയുടെ പകർപ്പ് എല്ലാ ഗവർണർമാരുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർക്കും ഹൈക്കോടതികൾക്കും നൽകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ ഈ വിധിയെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. രാഷ്ട്രപതിയുടെ അധികാരപരിധിയിലേക്ക് കൂടി കടന്നുകയറാനുള്ള വിധിയാണിതെന്നുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാരിന്. ന്യൂസ് ഡെസ്ക് അമൃത TV. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർമാർക്ക് സമയപരിധി തീരുമാനിച്ച സുപ്രീം കോടതി വിധിയെ വിമർശിച്ച് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. സുപ്രീം കോടതി വിധി അതിരുകടന്നതെന്നാണ് ഗവർണറുടെ പരാമർശം. 2 ജഡ്ജിമാരല്ല ഭരണഘടനാ ഭേദഗതി തീരുമാനിക്കേണ്ടതെന്നും ഇത്തരം കാര്യങ്ങളിൽ പാർലമെന്റാണ് തീരുമാനമെടുക്കേണ്ടതെന്നും ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഗവർണർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഗവർണറുടെ നിലപാടിനെ വിമർശിച്ച് CPM-ഉം CPI-യും കോൺഗ്രസും രംഗത്തെത്തി. ഗവർണർമാർ ബില്ലുകൾ ഒപ്പിടുന്നതിൽ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിയെ ഫെഡറൽ തത്വങ്ങളുടെ അംഗീകാരമായി കേരളം സ്വാഗതം ചെയ്യുമ്പോഴാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ കടുത്ത വിമർശനം ഉയർത്തുന്നത്. ഗവർണർ ഉയർത്തുന്ന വാദം ഇങ്ങനെയാണ്: ബില്ലുകൾ ഒപ്പിടുന്നത് ഭരണഘടനാപരമായ കാര്യമാണ്. അതിൽ സമയപരിധി നിശ്ചയിച്ചാൽ ഭരണഘടനാ ഭേദഗതിയായി മാറും. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതിക്കല്ല എന്നും അത് പാർലമെന്റാണ് പാസ്സാക്കേണ്ടതെന്നും ഗവർണർ രാജേന്ദ്ര അർലേക്കർ ചൂണ്ടിക്കാട്ടുന്നു. ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഗവർണറുടെ വിമർശനം. തമിഴ്നാട് ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയം സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിലേക്ക് വിടണമായിരുന്നുവെന്നും ഗവർണർ പരാമർശിച്ചു. നിയമസഭ പാസാക്കിയ പല ബില്ലുകളും ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും തീരുമാനത്തിനായി കാത്തിരിക്കുമ്പോഴാണ് സുപ്രീം കോടതി വിധിയെ കേരളം സുസ്വാഗതം ചെയ്യുന്നത്. എന്നാൽ കേരള ഗവർണറുടെ നിലപാടിനെ വിമർശിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വന്നു. BJP നേതാവിന്റെ കണ്ണട മാറ്റി ഗവർണറുടെ കണ്ണിലൂടെ കാര്യങ്ങൾ നോക്കണമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ഗവർണറുടെ മഹത്തായ ഈ പദവിയിലിരിക്കുന്ന കാലത്ത് അദ്ദേഹം BJPയുടെ കണ്ണട മാറ്റിവെക്കണം. അദ്ദേഹം വേറൊരു പുതിയ കണ്ണട ഉപയോഗിക്കണം. ആ കണ്ണട സംസ്ഥാന ഗവർണറുടെ കണ്ണടയായിരിക്കണം. സുപ്രീം കോടതി വിധിയുടെ അന്തസ്സത്ത ഉൾക്കൊള്ളാൻ ഗവർണർ തയ്യാറാകണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതിക്കില്ലാത്ത അധികാരമാണോ സംസ്ഥാന ഗവർണർമാർക്കുള്ളതെന്നും MA ബേബി ചോദിച്ചു. ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ നടപടി ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിമർശിച്ചു. എനിക്ക് സത്യത്തിൽ അത്ഭുതം തോന്നി. ഇന്ന് ആ വിധിക്കെതിരായി നമ്മുടെ കേരള ഗവർണറും അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് പാർലമെന്റിന് മാത്രമാണ് ഗവർണർമാർക്കെതിരായിട്ട് നിയമം നിർമ്മിക്കാൻ അധികാരമുള്ളത്. പാർലമെന്റിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന ഗവർണർ സംസ്ഥാന നിയമസഭകളെ ഇടിച്ചു താഴ്ത്താൻ മറുപടി ശ്രമിക്കുന്നതിനെ ന്യായീകരിക്കുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പാതയിലൂടെ നിലവിലെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ പോകുന്നില്ല എന്നത് സർക്കാരിന് വലിയൊരു ആശ്വാസമായിരുന്നു. എന്നാൽ നിർണായക സന്ദർഭങ്ങളിൽ രാജേന്ദ്ര അർലേക്കറുടെ നിലപാടുകൾ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുമോ എന്നാണ് അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കേന്ദ്ര സർക്കാർ രാജ്യത്ത് സമസ്ത മേഖലകളെയും നോക്കുകുത്തിയാക്കാൻ ശ്രമം നടത്തുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഗവർണർമാരെ കൊണ്ട് കേന്ദ്രം രാഷ്ട്രീയം കളിക്കുകയാണ്. സുപ്രീം കോടതി വിധി BJPക്കും സംഘപരിവാറിനുമെതിരെയുള്ള രജതരേഖയാണെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. കോഴിക്കോട്ടെ പുതിയ DCC ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ ഭരണഘടനാപരമായ ഏജൻസികളെയെല്ലാം കയ്യിലെടുക്കുന്നുവെന്നും പാർലമെന്റിനെ പോലും നോക്കുകുത്തിയാക്കുന്നുവെന്നും KC വേണുഗോപാൽ വിമർശിച്ചു. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഭരണഘടനാപരമായി ഗവർണർ ഒപ്പിടണം. എന്നാൽ ഇവിടെ ബില്ലുകൾ കെട്ടിക്കിടക്കുന്നു. ഗവർണർമാരെ കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്നും സുപ്രീം കോടതി വിധി BJPക്കും സംഘപരിവാറിനുമെതിരെയുള്ള രജതരേഖയാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. പാർലമെന്റ് പരിഗണിക്കേണ്ട വിഷയമാണിതെന്ന് പറഞ്ഞ കേരള ഗവർണറുടെ പ്രതികരണത്തെയും KC വേണുഗോപാൽ വിമർശിച്ചു. നിയമസഭ പാസാക്കിയ ബില്ലുകൾ അത് ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളുന്ന ബില്ലുകളാണെങ്കിൽ ആ ബില്ലുകൾ അടിയന്തരമായിട്ട് പാസാക്കിയിട്ടുള്ള ഉത്തരവാദിത്വം ഗവർണർക്കുള്ളതല്ല. ഇത് വർഷങ്ങളായി കെട്ടിക്കിടക്കുക, മാസങ്ങളായി കെട്ടിക്കിടക്കുക, ഇതൊരു ശീലമാക്കി മാറ്റി ഗവർണർമാർ. ഭരണഘടനയുടെ ലംഘനമായി ഈ രാജ്യത്തിലെ നിയമവ്യവസ്ഥയുടെ ലംഘനമായി കാര്യങ്ങൾ പോയപ്പോൾ അവസാനം അവരിടപെട്ട് കൃത്യമായിട്ട് ഗവർണർ ഇത് കൊച്ചു താമസിക്കുന്നത് ശരിയായ കാര്യമല്ല എന്ന് ശരിയായിട്ടുള്ള ഒരു വീക്ഷണം നടത്തി. വഖഫ് നിയമത്തിലൂടെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടുപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് BJP ശ്രമമെന്ന് പറഞ്ഞ അദ്ദേഹം അവരുടെ അടുത്ത ലക്ഷ്യം ക്രിസ്ത്യൻ സമുദായമാണെന്നും കൂട്ടിച്ചേർത്തു. 10 വോട്ടിനു വേണ്ടി കോൺഗ്രസ് നാട്ടിലെ ജനങ്ങളെ തമ്മിലടുപ്പിക്കില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അമൃത ന്യൂസ്, കോഴിക്കോട്.
എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയനെ സംരക്ഷിക്കുന്നതിൽ CPI ഭിന്നത തുടരുന്നു. വീണയെ പ്രതിരോധിക്കേണ്ടതില്ല എന്ന ബിനോയ് വിശ്വത്തിന്റെ പരാമർശത്തെ വിമർശിച്ച് മന്ത്രി വി ശിവൻകുട്ടി. വീണയുടെ കേസിൽ ബിനോയ് വിശ്വം ഉത്കണ്ഠപ്പെടേണ്ടതില്ല എന്നും അഭിപ്രായം പറയേണ്ടിയിരുന്നത് ഇടതുമുന്നണിയിലായിരുന്നുവെന്നും ശിവൻകുട്ടി വിമർശിച്ചു. എന്നാൽ കേസ് LDF-നും സർക്കാരിനുമെതിരെ വരുമ്പോൾ CPI ശക്തമായി എതിർക്കുമെന്ന് വ്യക്തമാക്കിയ ബിനോയ് വിശ്വം വീണയുടെ കാര്യം വീണ നോക്കിക്കൊള്ളുമെന്ന് ആവർത്തിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ നിലപാടിന് ഒപ്പം നിൽക്കുമെങ്കിലും മകളെ സംരക്ഷിക്കേണ്ട കാര്യം CPIക്കില്ല എന്ന സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പരാമർശം ചർച്ചയായതോടെ കടുത്ത വിമർശനമാണ് മന്ത്രി വി ശിവൻകുട്ടി ഉയർത്തിയത്. ബിനോയ് വിശ്വത്തിന്റെ നിലപാടിനെ പരസ്യമായി വിമർശിച്ച ശിവൻകുട്ടി വീണയുടെ കാര്യത്തിൽ ബിനോയ് വിശ്വം ഉത്കണ്ഠപ്പെടേണ്ടതില്ല എന്ന് തുറന്നടിച്ചു. വീണ വിജയന് അറിയാം ആ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് യാതൊരു ഉത്കണ്ഠയും ശ്രീ ബിനോയ് വിശ്വത്തിന് വേണ്ട. അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിലാണ് പറയേണ്ടിയിരുന്നത് എന്ന് മാത്രമല്ല, ഇപ്പോൾ പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ് എന്ന് പറയാൻ പാടില്ലെന്നാണ് ബിനോയ് വിശ്വത്തിൻ്റെ പുതിയൊരു കണ്ടുപിടുത്തം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ തന്നെയാണ് ക്യാബിനറ്റ് അജണ്ടയിൽ അടിച്ചു വരുന്നത്. പരാമർശം വിവാദമായതോടെ നിലപാട് മയപ്പെടുത്തി ബിനോയ് വിശ്വം രംഗത്ത് വന്നു. തന്റെ പ്രസ്താവന വളച്ചൊടിക്കേണ്ടതില്ല എന്നും താനും ശിവൻകുട്ടിയും പറഞ്ഞത് ഒരേ കാര്യം തന്നെയാണെന്നും ബിനോയ് വിശ്വം. എന്നാൽ വീണ വിജയന്റെ കാര്യം നോക്കാൻ വീണയ്ക്കറിയാമെന്ന് അടിവരയിട്ട് പറയുകൂടി ചെയ്യുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി. വീണയുടെ കാര്യം വീണ നോക്കിക്കൊള്ളും എന്നാണ് ശിവൻകുട്ടി പറഞ്ഞതെങ്കിൽ അതാണ് ഞാനും പറഞ്ഞത്. അത് LDF-നെ അതുമായിട്ട് വെച്ചെടുക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു, അത് ശിവൻകുട്ടിയും പറയുന്നു. കാരണം വീണയുടെ കാര്യം നോക്കാൻ വീണയ്ക്ക് പ്രാപ്തിയുണ്ട്. പ്രായപൂർത്തി വന്ന അനുഭവ സമ്പത്തുള്ള കാര്യപ്രാപ്തിയുള്ള ഒരു സ്ത്രീയാണ് വീണ. ആ വീണയ്ക്ക് ഒരു കമ്പനി നടത്താനുള്ള ആർജവമുണ്ടെങ്കിൽ ഒരു കേസും നടത്താനുള്ള ആർജവം ഉണ്ടായിരിക്കും. അന്ന് ഞങ്ങളാരും ഞാനോ ശിവൻകുട്ടിയോ ഒന്നും അമിതമായിട്ട് അതിനകത്ത് ആശങ്ക വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയെയും മകളെയും ഇടതുമുന്നണി ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്ന് CPM അവകാശപ്പെടുമ്പോഴാണ് CPIയിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായം ഉടലെടുക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചു. തേയിലച്ചെടികൾ പിഴുതുമാറ്റി നിലമൊരുക്കുന്ന പ്രവർത്തികളാണ് ആരംഭിച്ചത്. സ്ഥലം ഏറ്റെടുക്കാമെന്ന കോടതി ഉത്തരവ് വന്നതോടെ രാത്രി തന്നെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബോർഡ് സ്ഥാപിച്ചിരുന്നു. അതേസമയം സർവീസ് ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. കോടതി നിർദ്ദേശപ്രകാരം 17 കോടി രൂപ കൂടി കെട്ടിവച്ചതിന് പിന്നാലെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിച്ചിരുന്നു. തുടർന്നാണ് ഊരാളുങ്കൽ നിർമ്മാണം തുടങ്ങിയത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് തേയിലച്ചെടികൾ പിഴുതുമാറ്റി നിലമൊരുക്കുന്ന പ്രവൃത്തിയാണ് നടത്തുന്നത്. വിഷുവിന് ശേഷം ചൊവ്വാഴ്ച മുതൽ പരമാവധി തൊഴിലാളികളെ എത്തിച്ച് എത്രയും വേഗം നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നീക്കമെന്ന് ഊരാളുങ്കൽ അറിയിച്ചു. നിർമ്മാണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഊരാളുങ്കൽ നടത്തിയിരുന്നെങ്കിലും കോടതിയിൽ നിന്ന് ഉത്തരവ് ലഭിക്കാൻ വൈകിയതോടെ കാലതാമസം നേരിട്ടു. അവധി ദിവസങ്ങൾ കഴിയുന്നതോടെ 400ഓളം തൊഴിലാളികളെ എത്തിച്ച് നിർമ്മാണം വേഗത്തിലാക്കുമെന്നും ഊരാളുങ്കൽ അറിയിച്ചു. അതേസമയം പ്രതിഷേധവുമായി എൽസ്റ്റൺ തൊഴിലാളികൾ രംഗത്ത് വന്നു. സർവീസ് ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത തൊഴിലാളികളാണ് പ്രതിഷേധിച്ചത്. മുതലാളി ഏൽപ്പിച്ച് കിട്ടും, മുതലാളി ഞങ്ങൾക്ക് തരും വിശ്വാസമില്ല. കാരണം മുതലാളി ഞങ്ങൾ അങ്ങനെ വഞ്ചിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പൈസ ആൾ തരില്ല. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾ ഗവൺമെൻറ് മുതലാളി വാങ്ങി ഗവൺമെൻറ്റിൽ പൈസ നിങ്ങൾ ഞങ്ങൾ കയ്യിൽ ഏൽപ്പിക്കും. ഞങ്ങൾ അയച്ച പൈസ എന്നാൽ ഞങ്ങൾക്ക് ഒരു പേടിയില്ല. പക്ഷേ ഈ മുതലാളി നല്ല മുതലാളി സുപ്രീം കോടതി പോയി എന്നാണ് അറിയിക്കുന്നത്. എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ കൈവശമുള്ള 64 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതേസമയം നഷ്ടപരിഹാര തുക കുറഞ്ഞുപോയെന്ന് ചൂണ്ടിക്കാട്ടി തോട്ടമുടമകൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 549 കോടി രൂപയാണ് നിലവിൽ തോട്ടമുടമകൾ ആവശ്യപ്പെടുന്നത്. ഈ ഹർജി നിലവിൽ ഹൈക്കോടതി ജൂലൈ മാസം പരിഗണിക്കും. അമൃത ന്യൂസ്, വയനാട്. കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ. കോഴിക്കോട് രൂപത അധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ ആർച്ച് ബിഷപ്പായും നിയമിച്ചു. ഈസ്റ്ററിന് ശേഷം ആർച്ച് ബിഷപ്പായി വാഴിക്കുന്നതിന്റെ ചടങ്ങുകൾ നടത്താനാണ് തീരുമാനം. അതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീസ് ചക്കാലക്കലിനെ കണ്ട് ആശംസ അറിയിച്ചു. 1923 ജൂൺ 12 സ്ഥാപിതമായ കോഴിക്കോട് രൂപതയെ 102 വർഷങ്ങൾക്ക് ശേഷമാണ് അതിരൂപതയായി ഉയർത്തിയിരിക്കുന്നത്. വരാപ്പുഴ അതിരൂപതയുടെ ഭാഗമായിരുന്ന കണ്ണൂർ, സുൽത്താൻപേട്ട് എന്നീ രൂപതകൾ ഇനി കോഴിക്കോട് അതിരൂപതയുടെ ഭാഗമാകും.
അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായി രൂപതയുടെ അധ്യക്ഷൻ വർഗീസ് ചക്കാലക്കലിനെയും നിയമിച്ചു. ഇന്ത്യൻ സമയം 3:30-ക്കാണ് വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപനം നടത്തിയത്. വത്തിക്കാനിൽ നിന്നുള്ള അറിയിപ്പ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി വായിച്ചു. വർഗീസ് ചക്കാലക്കൽ, His Holiness Pope Francis has erected the Diocese of Calicut as Metropolitan Archdiocese with the Diocese of Kannur and Sultanbed. തൃശൂർ മാള സ്വദേശിയായ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ 2012-ലാണ് കോഴിക്കോട് രൂപതയുടെ ബിഷപ്പായി നിയമിതനാകുന്നത്. KCBC-യുടെയും CBCI-യുടെയും ജനറൽ സെക്രട്ടറി ആയിരുന്ന ബിഷപ്പ് നിലവിൽ KRL-CBC-യുടെ അധ്യക്ഷനാണ്. ഇത് ദൈവം തന്ന സമ്മാനമാണെന്ന് വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. റോമിൽ ഇപ്പോൾ 12 മണി ആയിട്ടുണ്ട്. ഈ 12 മണിക്ക് വത്തിക്കാനിൽ വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം നടക്കുകയാണ്. ആ സമയം തന്നെ ആ പ്രഖ്യാപനം ഇവിടെയും വായിക്കപ്പെടുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി മുഹമ്മദ് റിയാസ്, MPമാരായ KC വേണുഗോപാൽ, MK രാഘവൻ എന്നിവരും വിവിധ രാഷ്ട്രീയ നേതാക്കളും ആർച്ച് ബിഷപ്പിന് ആശംസകളുമായി എത്തിയിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. പൂരം വെടിക്കെട്ടിനെതിരെ കോടതിയെ സമീപിച്ച തൃശൂർ സ്വദേശി VK വെങ്കിടാചലത്തിനെതിരെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. പൂരവും വെടിക്കെട്ടും മുടക്കാൻ പണ്ടുമുതലേ പല സംഘങ്ങളും ഉണ്ടായിരുന്നു. വെങ്കിടാചലത്തിന്റെ വാദം പൂരം വെടിക്കെട്ടിൽ നിലനിൽക്കില്ലെന്നും വെടിക്കെട്ടിന് അനുമതി ലഭിക്കുമെന്നും ദേവസ്വങ്ങൾ അറിയിച്ചു. എൻവിയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986-ഉം നോയിസ് പൊല്യൂഷൻ റൂൾ 2000 എന്നിവയും പാലിച്ച് വെടിക്കെട്ട് നടത്തണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. നിലവിൽ നിയമങ്ങളെല്ലാം പാലിച്ചാണ് തൃശൂർ പൂരവും വെടിക്കെട്ടും നടത്തുന്നതെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ പറഞ്ഞു. വെടിക്കെട്ടിന്റെ സമയക്രമത്തിനെതിരെ തൃശൂർ സ്വദേശി വെങ്കിടാചലം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ വെങ്കിടാചലത്തിന്റെ വാദങ്ങൾ തൃശൂർ പൂരത്തിന്റെ നിയമത്തിൽ നിലനിൽക്കില്ലെന്നാണ് ദേവസ്വങ്ങൾ പറയുന്നത്. എങ്ങനെയും പൂരം വെടിക്കെട്ട് ഇല്ലാതാക്കാനുള്ള അജണ്ടയാണ് പരാതിക്ക് പിന്നിലെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ പറഞ്ഞു. പുലർച്ചെയാണ് നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് പടക്കം പൊട്ടിക്കാറ്. ഈ പറയുന്ന ക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വളരെ വ്യക്തമായി നടക്കുന്ന ഒരു വെടിക്കെട്ടാണ് തൃശ്ശൂർ പൂരം. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് അതിനെ ഇല്ലാണ്ടാക്കാൻ ഇപ്പോൾ ആനകളുടെ കേസ് കഴിഞ്ഞു, അതിപ്പോൾ വെടിക്കെട്ടിലേക്ക് എടുത്തിട്ടു. വെടിക്കെട്ടിന്റെ സമയപരിധിയുമായി ബന്ധപ്പെട്ട 2007-ൽ സുപ്രീം കോടതി ഇളവ് തന്നിട്ടുണ്ടെന്നും നിലവിൽ വെങ്കിടാചലത്തിന്റെ വാദം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളതാണെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷും പറഞ്ഞു. ഇത് നിയമവിരുദ്ധമായിരുന്നെങ്കിൽ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ 10-15 കൊല്ലം നടക്കില്ലല്ലോ. ഇത് നിയമത്തിൻ്റെ ഉള്ളിലാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊരു പക്ഷേ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത്. നിലവിൽ വെടിക്കോപ്പുകളുടെ പരിശോധനകൾ ശിവകാശിയിലെ പെസോ ലാബുകളിൽ നടത്തിയതാണ്. വെടിക്കോപ്പുകളുടെ ശബ്ദം നിയമപരിധിക്കുള്ളിലാണെന്നും വെടിക്കെട്ടിന് യാതൊരുവിധ തടസ്സവും ഉണ്ടാകില്ലെന്നും ദേവസ്വങ്ങൾ കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, തൃശൂർ. ആശാ വർക്കർമാരുടെ സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് സൂചന നൽകി സെക്രട്ടേറിയറ്റ് നടയിൽ പൗരസാഗരം സംഘടിപ്പിച്ചു. ആശമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പൗരസാഗരം നടന്നത്. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ശക്തമായ വിമർശനമാണ് പരിപാടിയിൽ കവി സച്ചിദാനന്ദൻ ഉയർത്തിയത്. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം 2 മാസം പിന്നിടുമ്പോഴാണ് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സമരത്തിന് പിന്തുണയും സമരം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് പൗരസാഗരം സംഘടിപ്പിച്ചത്. സാഹിത്യകാരി ഡോക്ടർ ഖദീജ മുംതാസ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വർഗത്തിന്റെ സമരങ്ങളിലൂടെ തന്നെയാണ് ഇന്ന് നമ്മൾ ലോകം ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അതിന്റെ ഒരു വൈരുദ്ധ്യം ആയിട്ട് നമുക്ക് കാണേണ്ടി വരിക. ആശാ സമരത്തെ കാണാൻ സർക്കാർ തയ്യാറാകണമെന്നും കോർപ്പറേറ്റ് സിഇഒമാരുടെ ഭാഷ ഉപയോഗിക്കുകയല്ല വേണ്ടതെന്നും കവി സച്ചിദാനന്ദൻ സന്ദേശത്തിലൂടെ പറഞ്ഞു. അവരോട് കോർപ്പറേറ്റ് സിഇഒമാരുടെ ഭാഷ ഉപയോഗിക്കാതിരിക്കുക, വലതുപക്ഷ ഫാസിസ്റ്റുകളുടെ ഭാഷ ഉപയോഗിക്കാതിരിക്കുക, ഇതിനെ നീതിയുടെ പ്രശ്നമായി കാണുക, ആരുയർത്തിയാലും ഒരു നീതിയുടെ പ്രശ്നത്തിനോട് പ്രതികരിക്കുക എന്നത് ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ, ഇടതുപക്ഷം അല്ലെങ്കിൽ പോലും ജനാധിപത്യ ഗവൺമെന്റിന്റെ കടമയാണ്. സമരസാഗരത്തിന്റെ ഭാഗമായി ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രമേയം അവതരിപ്പിക്കുകയും സത്യപ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു. തൊഴിലവകാശങ്ങൾക്കും പൗരാവകാശങ്ങൾക്കും വേണ്ടി
സന്ധിയില്ലാതെ പൊരുതി മുന്നേറിയ നാട്. ഈ പ്രബുദ്ധ ഭൂമിയിൽ അതിജീവനത്തിനുള്ള ന്യായമായ കൂലി വർധനവിനു വേണ്ടി 2 മാസമായി സംസ്ഥാനത്തെ പ്രമുഖ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാപ്രവർത്തകരും അവരുടെ കുടുംബാംഗങ്ങളും സമരത്തിന്റെ ഭാഗമായി. പൗരസാഗരത്തിലൂടെ സർക്കാരിന് മറ്റൊരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് ആശാവർക്കർമാർ. നാളെ ചേരുന്ന യോഗത്തിന് ശേഷം കൂടുതൽ സമര പരിപാടികൾ ആഹ്വാനം ചെയ്യും. ക്യാമറമാൻ രാജേഷ് താവലോടിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രതിഷേധം കടുപ്പിച്ച് വനിതാ സിവിൽ പോലീസ് ഓഫീസേഴ്സ് PSC ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ. നിരാഹാര സമരം 11ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കെ ഉപ്പുകല്ലിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ടാണ് നിരാഹാരം നടത്തുന്നവർക്ക് പിന്തുണയുമായി ഉദ്യോഗാർത്ഥികൾ സമരത്തിന്റെ ഭാഗമായത്. മലപ്പുറത്തെക്കുറിച്ചുള്ള SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം രാഷ്ട്രീയ ആയുധമാക്കാൻ ലീഗ്. മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ അനുകൂലിച്ചതുകൂടി ചൂണ്ടിക്കാട്ടിയാണ് ലീഗ് വിമർശനം കടുപ്പിക്കുന്നത്. അതേസമയം പരാമർശം തള്ളാനും കൊള്ളാനും പറ്റാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ്. ചരിത്ര നേട്ടവുമായി അമൃത വിദ്യാലയം. 6 ദിവസം കൊണ്ട് 27 ലോക റെക്കോർഡുകളുമായി ചരിത്രത്തിൽ ഇടം നേടി കോയമ്പത്തൂർ നല്ലപാളയം അമൃത വിദ്യാലയം. അഭിമാനകരമാണ് അമൃത വിദ്യാലയത്തിന് 6 ദിവസം കൊണ്ട് ലഭിച്ച 27 ലോക റെക്കോർഡുകൾ. രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിലാണ് ലോക റെക്കോർഡുകൾ പ്രഖ്യാപിച്ചത്. 3 രാജ്യങ്ങളിൽ നിന്നും രാജ്യത്തെ 7 സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള 27 വിധികർത്താക്കളുടെ സാന്നിധ്യത്തിലാണ് എലൈറ്റ് വേൾഡ് റെക്കോർഡ്, ഏഷ്യൻ റെക്കോർഡ് അക്കാദമി, ഇന്ത്യ റെക്കോർഡ് അക്കാദമി, തമിഴൻ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നീ റെക്കോർഡുകളിൽ വിദ്യാർത്ഥികൾ ഇടം നേടിയത്. 2025 ഏപ്രിൽ 3 മുതൽ ഏപ്രിൽ 8 വരെ നടന്ന ലോക റെക്കോർഡ് പരിപാടിയിൽ സ്കൂളിലെ pre-KG മുതൽ 12ാം ക്ലാസ് വരെയുള്ള 3091 വിദ്യാർത്ഥികളും 154 അധ്യാപകരും 150 സപ്പോർട്ടിംഗ് സ്റ്റാഫും ചേർന്നാണ് രാജ്യത്തെ മറ്റൊരു വിദ്യാലയവും കരസ്ഥമാക്കാത്ത ചരിത്ര നേട്ടം കൈവരിച്ചത്. സ്കൂളിന്റെ 25ാം വാർഷികം വെറും ഒരാഘോഷം എന്നതിലുപരി വിദ്യാർത്ഥികളുടെ ക്രിയാത്മകതയും സർഗാത്മകതയും പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടിയാകണമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ നിർദ്ദേശമനുസരിച്ചാണ് വിവിധങ്ങളായ റെക്കോർഡുകൾ സ്ഥാപിച്ച് പുതിയ ചരിത്ര നേട്ടം കരസ്ഥമാക്കാൻ നല്ലപാളയം അമൃത വിദ്യാലയത്തെ പ്രേരിപ്പിച്ചത്. 25ാം വാർഷികാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അധ്യക്ഷത വഹിച്ചു. നല്ലപാളയം അമൃത വിദ്യാലയം മാനേജർ സ്വാമിനി മുക്താമൃത പ്രാണ, സ്വാമിനി ഭക്തിപ്രിയാമൃത പ്രാണ, അമൃത വിദ്യാലയം തമിഴ്നാട് വിദ്യാഭ്യാസ ഓഫീസർ S. മുരളീധരൻ, അമൃത വിശ്വവിദ്യാപീഠം ജനറൽ അഡ്മിനിസ്ട്രേഷൻ മാനേജർ നന്ദഗോപാൽ C, അമൃത വിദ്യാലയം നല്ലപാളയം പ്രിൻസിപ്പൽ K. ജയജ്യോതി, അക്കാദമിക് കോർഡിനേറ്റർ B. പത്മജ, ഹെഡ് മിസ്ട്രസ് MR. സുധ തുടങ്ങിയവർ പങ്കെടുത്തു. എലൈറ്റ് വേൾഡ് റെക്കോർഡ്, ഏഷ്യൻ റെക്കോർഡ് അക്കാദമി, ഇന്ത്യൻ റെക്കോർഡ് അക്കാദമി, തമിഴൻ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവയിലെ മുതിർന്ന വിധികർത്താക്കളും ഉന്നത ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് അമൃത TV. IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 6 വിക്കറ്റിന് കീഴടക്കി ലക്നൌ സൂപ്പർ ജയൻസ് പോയിന്റ് പട്ടികയിൽ 3ാമതായി. 6 വിക്കറ്റിനാണ് ലക്നൌവിന്റെ ജയം. ഗുജറാത്ത് ഉയർത്തിയ 181 റൺസ് വിജയലക്ഷ്യം 19.3 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്നൌ മറികടന്നു. നിക്കോളാസ് പുരൻ, എയ്ഡൻ മാർക്രം എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളാണ് ടീമിന് തുണയായത്. ഗുജറാത്ത് പരാജയപ്പെട്ടതോടെ റൺ റേറ്റിൽ മുന്നിലെത്തിയ ഡൽഹി പട്ടികയിൽ 1ാമതായി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം. നമസ്കാരം.